സ്കോക്ക് ഔസേപ്പിൻ്റെ ഒസ്യത്ത് ഡയറക്ടർ ശരത് ചന്ദ്രൻ ആർച്ചി. ഈ ഒരൊറ്റ പടം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് കറക്റ്റ് മനസ്സിലാവും. നല്ല രീതിക്ക് പണി അറിയാം, വാഗ്ദാനമാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ ഫസൽ ഹസൻ, കിഡിലൻ റൈറ്റിംഗ്, ഓരോ സീൻസ് എഴുതി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ ചെറിയ ക്യാരക്ടേഴ്സിനും പോലും കൊടുത്തിരിക്കുന്ന സ്പേസ് ഡീറ്റെയിലിങ്, ഒരു ശ്യാം പുഷ്കരൻ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ഉണ്ടല്ലോ ആ പരിപാടി. പിന്നെ ഡയലോഗ്സും. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എഡ്വേർഡ് ആന്റോണി, അദ്ദേഹം ഇതിലൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ പ്രൊഡ്യൂസർമാർ ചുമ്മാ കയറി അഭിനയിക്കും പോലെ ആയിട്ടില്ല. മ്യൂസിക് സുമേഷ് പരമേശ്വർ, ഒരു ഗാനം അങ്ങനെയുള്ളൂ, അത് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്ന അക്ഷയ് മേനോൻ. ഈ സിനിമയിൽ കൂടുതൽ സൈലൻസ് ആണ്. ഇതിങ്ങനെ ഒരു ഭയങ്കര ഇൻഡെപ്തായിട്ട് പോകുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതിൽ സൈലൻസ് ആണ് കൂടുതൽ. ഒരു പാക്കറ്റ് കപ്പ ചിപ്സ് വാങ്ങിച്ചിട്ട് ഇൻ്റർവെല്ലിന് പിന്നെ ഇത് കഴിക്കാൻ വയ്യ. കാരണം കപ്പ ചിപ്സ് കഴിക്കുന്ന സൗണ്ട് മൊത്തം കേൾക്കാൻ പറ്റും. അധികം ആൾക്കാരൊന്നുമില്ല, 3-4 ആൾക്കാരേ ഉള്ളൂ. എന്നാൽ കൂടെ ഇതാകെ ബുദ്ധിമുട്ടായിപ്പോയി കപ്പ ചിപ്സ് വാങ്ങിച്ചിട്ട്. അതുപോലെ സൈലൻസാണ് പടത്തിൽ. ഈ മ്യൂസിക്, അതായത് ഒറിജിനൽ സ്കോർ എന്ന് പറയുന്നത് ആവശ്യത്തിന്. DOP അരവിന്ദ് കണ്ണമ്പിറാൻ, അമേസിങ് വർക്ക്. അതായത് ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ഇതിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇടുക്കി, മറയൂർ, ആ ഒരു പരിപാടിയില്ലേ. ഒന്നാമതായിട്ട് ക്രിസ്ത്യൻ കുടുംബം, ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററിയാണ്. മിസ്റ്ററി, അതുപോലെ തന്നെ മർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ പരിപാടി ആയിരിക്കുമല്ലോ. പക്ഷെ ഇതിൽ ഭയങ്കരമായിട്ട് ഏലക്കാടിലെ മഴ പെയ്യുന്നത്, വൈറ്റ് ഷോട്ടിലുള്ള പരിപാടികൾ, അതുപോലെ ചുമ്മാ ഇങ്ങനെ പോച്ചപ്പുല്ല് കൂട്ടിയിട്ട് കത്തിക്കുക, മറ്റേ കുന്തിരിക്കം ചട്ടിയിലിട്ട് പോയിക്കുക, അങ്ങനത്തെ പരിപാടിയില്ല. കറക്റ്റ് ആ ഒരു മൂടിയ അവസ്ഥ, മൂടൽ മഞ്ഞ്, പിന്നെ നൈറ്റ് ഷോട്ട്, റെയിൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ റെയിൻ ഷോട്ട്, ഈ പരിപാടികളൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റർ അജിത് കുമാർ B, അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് VP മോഹൻദാസ്. രണ്ടുപേരെ ഒരുമിച്ച് പറയാൻ കാരണം ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലെ എഡിറ്റിങ്ങിലെ ഒരു കട്ട്, ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസ്തറ്റിക്കാണ്. അതായത് സിനിമയുടെ ഒരു വിഷ്വലായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ബ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 1-2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ TV എന്ന് വെക്കണേയും പറഞ്ഞ് TV വെക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ TV ഓണാക്കുമ്പോൾ അവിടെ കട്ട, പിന്നെ TV കാണിക്കുന്നില്ല. ആ അടുത്ത കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റീരിയറിലേക്ക് പോവുകയാണെ, ഒരു സെമിത്തേറിൻ്റെ മുകളിൽ പൂ വെക്കുന്നത്. അപ്പോൾ അവിടെ ആ മൂഡ് മാറി ഒറ്റയടിക്ക്. ഇന്ത്യയിലുള്ള നൈറ്റ് മൂഡ് മാറി, പെട്ടെന്ന് ആ സൗണ്ടും കൂടി മാറി. അതാണ് പറഞ്ഞത്, ആ സൗണ്ട് മാറുക, ആ ഒരു വിഷ്വൽ മാറുക. അപ്പോൾ അത് ഉടനീളം, ഒറ്റ സീനിൽ മാത്രമല്ല കാര്യം പറയാം, സിനിമയിൽ ഉടനീളം ആ സാധനം കീപ്പ് ചെയ്തുകൊണ്ട് അതിന് ഭയങ്കരമായിട്ട് രസമുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മാറുന്ന സമയത്ത്, ആ സൗണ്ടും കൂടെ മാറുന്ന സമയത്ത് കിട്ടുന്നൊരു സുഖമുണ്ട്. എടാ അവൻ്റെ ബൈക്കിലേക്ക് കിടക്കുന്നത് ചോദിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ പുറത്തിറങ്ങി ബൈക്ക് എടുക്കുന്നില്ല, അവിടെ കട്ട, അടുത്ത സീൻ മാറി. അങ്ങനെ ഒരുപാട് സ്പോയിലറായിട്ട് കുറേ പറയുന്നില്ല. അങ്ങനെ ഉടനീളം ഈ എഡിറ്റിങ്, അതുപോലെ തന്നെ സൗണ്ട്, സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം കൂടെ സമന്വയിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഈസ്തെറ്റിക് വാല്യൂ ഉണ്ട് ഒരു സിനിമയ്ക്ക്. ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പരിപാടി അത് ഈ സിനിമയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിങ്ങിനകത്തേക്ക് ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, വിജയരാഘവൻ ഗംഭീര നടന്മാരാണ്. 3 ആൾക്കാരും ഗംഭീര പെർഫോമൻസ്. വിജയരാഘവൻ ആസ് യൂഷ്വൽ, അദ്ദേഹത്തിൻ്റെ റേഞ്ച്, ലെവൽ അത് വിട്ടേക്ക്. ഇതിനകത്ത് ദിലീഷ് പോത്തൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അന്യ ആക്ടിങ്, അതായത് സട്ടിലായിട്ടുള്ള ആക്ടിങ്. ലൗഡ് ആവേണ്ട സ്ഥലത്ത് ലൗഡ് ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ സട്ടിൽ. അതിങ്ങനെ കരഞ്ഞാൽ പോയി പണിപാളി. ഇതല്ല. ഷാജോൺ എന്ന് പറഞ്ഞാൽ അണ്ടർപ്ലേ. ഷാജോൺ നമ്മൾ ദൃശ്യത്തിലേക്ക് കണ്ട പരിപാടിയില്ല, അതിൻ്റെയൊക്കെ വേറെ ലെവലാണ് ഇതിൽ ഷാജോൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഇവർ ഈ ക്രിസ്ത്യൻ കുടുംബം ഇരുന്ന് അവിടുത്തെ തീന്മേശ, പിന്നെ ഇവർ ഡ്രിങ്ക്സ് കഴിക്കുന്നത്, അവരുടെ ഈ പറഞ്ഞ പരിപാടി, സ്വത്ത്, വലിയ വീട്, ഒസ്യത്ത്, അങ്ങനെ അനുജനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഹേമന്ത് മേനോൻ, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പഴയ ഫാസിലിൻ്റെ പടത്തിലേക്ക് അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ക്യാരക്ടേഴ്സായിട്ട് മാറി, എല്ലാവർക്കും സ്പേസ് ഇട്ടിട്ടുള്ള, കാണാൻ നല്ല ഡെപ്തുള്ള, വളരെ സ്ലോ പേസ് ആണെങ്കിലും ഇങ്ങനെ ഒരു സ്ലോ പോയിസൺ പോലെ പോകുന്ന നല്ലൊരു സിനിമ. ഇത് സീറ്റഡ്ജും പരിപാടി ഒന്നുമല്ല, ഇതിന് ഡെപ്താണ്. പിന്നെ ഒരു മരണം ഉണ്ടാക്കിയേക്കാവുന്ന ഒരുപാട് ശൂന്യത, അത് ഉണ്ടാക്കുന്ന ഭീതി, മനസ്സിലായില്ലേ? ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ യു ക്യാൻ റൺ ബട്ട് നെവർ ഹൈഡ് എന്നാണ്. സെറിൻ ഷിഹാബ് ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അവർ ശരിക്കും നല്ല റേഞ്ചുള്ള നടിയാണ് കേട്ടോ. അവരെ അഭിനയത്തിൻ്റെ ആ ഒരു റേഞ്ച് രേഖാചിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അവർ ഗംഭീര നടി ശരിക്കും. പിന്നെ ഈ സ്ഥിരം ഈ ഹിൽ സ്റ്റേഷൻ ആവുന്ന സമയത്ത് ജോജി മുണ്ടക്കയം, ജോജി സിനിമയിലെ നീ എന്താണ് നോക്കി പഠിപ്പിക്കണേ ഫാദറിനോട് ചോദിക്കുന്ന പുള്ളി, പിന്നെ ബിറ്റോ ഡേവിസ്, ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ലെന, അങ്ങനെയൊക്കെയാണ്. പിന്നെ കനിക് കുസൃതി ഉണ്ട്. കനിക് കുസൃതി ഇതൊരു പോലീസ് ഓഫീസറായിട്ടാണ്. കനിക് കുസൃതി എന്ന് പറഞ്ഞാൽ ഇതിൽ അവർ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈൽഡായിട്ടുള്ള, അഗ്രസീവ് അല്ലാത്ത, വളരെ പതിഞ്ഞ രീതിയിൽ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. പക്ഷേ തീരെ വയ്യ കനിക് കുസൃതിക്ക്, അത് വല്ലാണ്ട് ലോ ആയിപ്പോയി.
അതായത് ഒരുമാതിരി ഈ സെയിൽസ് ഗേൾസ് ഒക്കെ വരുമല്ലേ, വീട്ടിൽ എന്തെങ്കിലും വിൽക്കാനൊക്കെ വരുന്നത്, അത്രയും ഭാവം. അല്ലെങ്കിൽ ഒരു PG രജിസ്ട്രേഷൻ ഡാറ്റ കളക്ഷനൊക്കെ പോലെ ഇങ്ങനെ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥല്ലേ, അതിൻ്റെ ചെറിയൊരു ചുറുക്ക് വേണ്ടേ. ഇത് വല്ലാതെ ഇതായിപ്പോയി കനി കുസൃതി. അഞ്ജലി കൃഷ്ണ മറ്റൊരു സ്ത്രീ കഥാപാത്രം, ഭാര്യയാണ്, ലെനയും ഭാര്യയാണ്, രണ്ടുപേരും ഭാര്യമാരാണ്. പിന്നെ നമ്മുടെ അപ്പുണ്ണി ശശി, കോഴിക്കോട് ബേസ്ഡ് നടൻ, പുഴുവിൻ്റെ അകത്ത് മങ്ങയിൽ നിവേറിട്ടതിന് മമ്മൂക്ക തലയടിച്ച് പൊട്ടിക്കുന്നില്ല, ആഹാ ആ പുള്ളി. ഇങ്ങനെയൊക്കെയാണ്. ഒരു ജോജി, ഇലവീഴ പൂഞ്ചിറ, മറ്റേ കിഷ്കിന്ദ കാണ്ഡം, ആ ഒരു കൈൻഡ് ഓഫ് മൂഡിലുള്ള പടമാണ്. പക്ഷേ ഇത് ഒരു അതിഗംഭീര പടമാവാതിരിക്കാനുള്ള കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഇങ്ങനെ പോയി അങ്ങനെ അവസാനിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സും കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ഒരു ഗംഭീര സാധനമായിരുന്നെങ്കിൽ ഇതൊരു ഗംഭീര സിനിമയായി മാറിയേനെ. ബട്ട് സ്റ്റിൽ അതൊരു അസൽ സിനിമയാണ്.